അണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓഫീസ് മുറിയും സ്റ്റാഫ് റൂമും പ്രവർത്തിക്കുന്നത് 2 വർഷമായി ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിൽ 50 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. കിഫ്ബി വഴി പുതിയ കെട്ടിടത്തിനായി കോടികൾ അനുവദിച്ചെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണമുണ്ട്. നമുക്ക് ആദ്യം അത് കേട്ടതിനു ശേഷം സുബിനിലേക്ക് എത്താം. ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. അത് പൊളിച്ചു മാറ്റാൻ താമസം വരുന്നുണ്ട് ഉറപ്പായിട്ടും. അതോടൊപ്പം ഓഡിറ്റോറിയം കഴിഞ്ഞ 2 വർഷമായിട്ട് പണി പൂർത്തി ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നീങ്ങുകയാണ്. കുട്ടികൾ അത് അധ്യാപകരുടെ ഒരു കഴിവ് കൊണ്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നടത്തുന്നുള്ളത്. പക്ഷേ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത് ക്ലാസ് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് അവർ റിസ്ക് എടുത്ത് അവരോട് അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. കുട്ടികളെ ഏതായാലും അപകടപ്പെടുത്താൻ താല്പര്യമില്ല. അതെ, വിവരങ്ങളുമായി സുബിൻ തോമസ് ചെയ്യുന്നുണ്ട്. സുബിൻ, ആലോചിച്ച് നോക്കൂ, കുട്ടികളെ പോലെ, കുട്ടികളുടെ ജീവൻ പോലെ പ്രധാനമാണ് നമുക്ക് അധ്യാപകരുടെ ജീവനും. ഈ അധ്യാപകർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് 50 വർഷം പഴക്കമുള്ള ഫിറ്റ്നസ് പോലും ഇല്ലാത്ത ഒരു പഴഞ്ചൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. സ്റ്റാഫ് റൂമും ഓഫീസ് മുറിയും പ്രവർത്തിക്കുന്നത് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് അധികൃതർ ഇതിലൊരു നടപടി സ്വീകരിക്കാത്തത്? ഇപ്പോഴും ഈ കിഫ്ബി എന്ന കിനാവള്ളിയിൽ പിടിച്ചു നിൽക്കുകയാണോ പഞ്ചായത്ത് അധികൃതർ? എന്താണ് അവിടെ നിന്നുള്ള അധ്യാപകരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിവരങ്ങൾ? സുബിൻ, എന്തായാലും ഈ ഒരു കെട്ടിടം അധ്യാപകർക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സ്റ്റാഫ് റൂമും ഓഫീസ് റൂമും പ്രവർത്തിക്കുന്നത് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണ്. ഈ കെട്ടിടത്തിലേക്കാണ് ഈ പല ആവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അധ്യാപകരെ കാണുന്നതിനൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കെട്ടിടം ഈ വിദ്യാർത്ഥികൾക്കും വലിയ ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കെട്ടിടം പൊളിക്കേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്കൂൾ അധികൃതർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ, അതായത് മുൻ ഭരണസമിതി CPM-ന്റേതായിരുന്നു. അവിടെയും കൃത്യമായ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ കെട്ടിടം പൊളിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നിലവിൽ UDF ആണ് ഈ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസവും ഈ അധ്യയന വർഷത്തിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് സ്കൂൾ അധികൃതർ കൈമാറിയിരുന്നു. എന്നാൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുകയോ ഇത് ഏത് വിധത്തിൽ പൊളിക്കണം, ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സാധന സാമഗ്രികൾ എവിടേക്ക് മാറ്റണം എന്ന കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാതെ വരുന്നതാണ് ഈ കെട്ടിടം പൊളിക്കാൻ താമസം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. പൂർണ്ണമായും ഈ കെട്ടിടത്തിന്റെ ഉൾഭാഗം പൊടിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം. ഈ വെള്ളം ഇറ്റിറ്റ് താഴേക്ക് വീഴുന്നു. കമ്പികളെല്ലാം തന്നെ തുരുമ്പെടുത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളിനെ സംബന്ധിച്ച് തമിഴ് ന്യൂനപക്ഷങ്ങളിലുള്ള വിദ്യാർത്ഥികൾ കൂടുതലായി പഠിക്കുന്ന ഒരു സ്കൂളാണ്. തമിഴ് മീഡിയവും മലയാളവും മീഡിയവും ഉള്ള ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ കൂടുതലായി ഉണ്ട്. ഏകദേശം 400ഓളം കുട്ടികൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ക്ലാസ് മുറികളുടെ ഒരു അഭാവം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ 2021 കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 1 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചു. പക്ഷേ 5 വർഷത്തിനിപ്പുറവും ആ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനോ ക്ലാസ് മുറികളോ മറ്റു ഓഫീസ് റൂമുകളോ അവിടേക്ക് മാറ്റാനോ ഉള്ള ഒരു സാഹചര്യം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇനിയും ആ കെട്ടിടത്തിൽ തീരാനുള്ളത് വയറിംഗ് ജോലികളും അതോടൊപ്പം തന്നെ മറ്റ് ജോലികൾ തീരേണ്ടതായുണ്ട്. ആ ജോലികൾ തീരണമെങ്കിൽ ഇനിയും മാസങ്ങൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ്. അതായത് ഈ പൊളിക്കാനുള്ള കെട്ടിടത്തിലെ ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ആ കെട്ടിടം പൊളിക്കാനാവൂ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് ഈ സ്ഥലത്തിന്റെ ഒരു പരിമിതി മൂലമാണ് അത്തരത്തിലൊരു ആവശ്യം അവർ ഈ സ്കൂൾ അധികൃതർ മുമ്പോട്ട് വച്ചിട്ടുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ അധ്യയന വർഷത്തിൽ ആ സ്കൂളിൽ ഒരു ഓഡിറ്റോറിയം വേണ്ടിയിരുന്നതാണ്. കഴിഞ്ഞ 2 വർഷമായി ഒരു ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചിരുന്നു. പക്ഷേ ആ നിർമ്മാണം ഇതുവരെ പൂർത്തീകരിക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇത്തവണത്തെ പ്രവേശനോത്സവം ഒരു ഇടുങ്ങിയ ക്ലാസ് മുറിയിൽ നടത്തേണ്ട ഗതികേടിലായിരുന്നു ആ സർക്കാർ സ്കൂൾ എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. പുതിയ കുട്ടികൾ എത്തുന്നത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഇരുന്ന് അവർ പ്രവേശനോത്സവം ആഘോഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്നത്. പക്ഷേ ഈ നിർമ്മാണ തുക വർദ്ധിച്ചത് മൂലം കരാറുകാരൻ ഈ പണി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ട ഇടപെടൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. അടിയന്തരമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ സുഗമമായി ഈ ക്ലാസ് ഒരു പഠനാന്തരീക്ഷം ആ കുട്ടികൾക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത്. തീർച്ചയായും സുബിൻ, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കുഞ്ഞിന്റെ രക്ഷകർത്താക്കൾ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും പേടിച്ചുകൊണ്ടായിരിക്കും
ആയിരിക്കും ആ കുഞ്ഞുങ്ങളെ ആ വീട്ടുകാർ അങ്ങോട്ടേക്ക് വിടുന്നത്? നമുക്കറിയാം ഇടുക്കി എന്ന് പറയുന്ന ഒരു ജില്ല, അവരുടെ ആ ഒരു ഭൂമിശാസ്ത്ര മലയോര മേഖലയാണ്. മഴ പെയ്താൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഇത്രയും മഴക്കാലമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്രയും പഴക്കമുള്ളൊരു കെട്ടിടത്തിൽ ക്ലാസ് മുറികളും ഓഫീസ് റൂമും ഒക്കെ പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ജീവൻ കയ്യിൽ പിടിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഈ തദ്ദേശ അധികൃതർ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കാനെത്തുന്ന ഒരു സ്കൂളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ അധ്യാപകരാണ്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കിഫ്ബി വഴി മോഹന വാഗ്ദാനങ്ങളൊക്കെ ലഭിച്ചുവെങ്കിലും കോടികളൊക്കെ അനുവദിച്ചെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ നിർമ്മാണമൊക്കെ ഇഴഞ്ഞു നീങ്ങുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ള വ്യക്തമായി തന്നെ ഇവിടുത്തെ അധികൃതർ പഠിക്കേണ്ടതാണ്. കാരണം കുഞ്ഞുങ്ങളുടെ ജീവനാണ്, അധ്യാപകരുടെ ജീവനാണ്. ഇതിനൊന്നും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതർക്ക് വിലയില്ലെങ്കിലും നമുക്കൊക്കെ വിലയുണ്ട്. ഇതിന് കർശനമായ നടപടി അടിയന്തരമായി സ്വീകരിച്ചേ മതിയാകൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതെ, ഈ മഴക്കാലമാണ്, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വാർത്ത അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ നിൽക്കണം. എന്താണ് നടപടി എന്നുള്ളത് നമുക്ക് തുടർ വാർത്തകൾ നൽകുകയും സുബിൻ അത് നൽകും. എന്തായാലും എന്താ പറയാ, അപ്പോൾ ആ വാർത്തയിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ. അങ്ങനെ ഒരു പോസിറ്റീവ് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ, കഴിയട്ടെ എന്നുകൂടി പറയുകയാണ്.